ലിബറൽ അജണ്ടകളുടെ തിരിച്ചുവരവ്, ഇത്തരമൊരു ചർച്ച നടക്കുന്നത് കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഒരു മാസം എന്നത് ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള കാലയളവാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഈ ഒരു മാസ കാലയളവ് കൊണ്ട് വ്യക്തമായിരിക്കുന്നു. അത് UDF സർക്കാരിൻ്റെ വർഗ പക്ഷപാതിത്വമാണ്. നവലിബറൽ പണിപ്പുരയിൽ രൂപപ്പെടുത്തിയ ഒന്നാണ് നേരത്തെ അവർ അവതരിപ്പിച്ച ധവളപത്രം. അതിനെ പിൻപറ്റിയാണ് ബജറ്റും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എന്താണ് UDF സർക്കാരിൻ്റെ നയം എന്നത് വ്യക്തമാക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസ്വത്ത് സ്വകാര്യ മൂലധനത്തിന് തീറെഴുതാനുള്ള നവലിബറൽ കുറിപ്പടികളായിട്ടാണ് ഈ രണ്ട് ഡോക്യുമെൻറ്റുകളും മാറിയിട്ടുള്ളത്. നമ്മുടെ കേരളം ലോകത്തിനു മുന്നിൽ തന്നെ ചില മേഖലകളിൽ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക മേഖലകളിൽ ലോകത്തിനു മുന്നിൽ മാതൃകയായിട്ടാണ് കേരളം നിൽക്കുന്നത്. എങ്ങനെയാണ് അത്തരമൊരവസ്ഥ സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിഞ്ഞത്? അത് അത്തരം മേഖലകളിലുള്ള ഉയർന്ന സർക്കാർ മുതൽ മുടക്കിലൂടെ, അതിലൂടെ കൈവരിച്ച ജനക്ഷേമത്തിലൂടെ. ഇതാണ് കേരളത്തെ ലോകത്തിന് മുന്നിൽ തന്നെ മാതൃകയാക്കി തീർത്തത്. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ പൊതു സംവിധാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മുടെ നാട് വലിയ തോതിൽ സമ്പൽ സമൃദ്ധമല്ലെങ്കിലും നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാരം പൊതുവെ മെച്ചപ്പെട്ടു എന്നത് പൊതുവായി വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. ഇതിന് ഇടയാക്കിയത് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാട് അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ജനകീയാസൂത്രണം, അതേപോലെ തന്നെ അധികാര വികേന്ദ്രീകരണം, ഇതിലെല്ലാം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വച്ചിരുന്നത്. അത് കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു എന്നത് അവിതർക്കിതമായ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ UDF മുന്നോട്ട് വെക്കുന്ന നയം നേരത്തെയുള്ള
ഈ നയത്തിൽ നിന്ന് പൂർണ്ണമായുള്ള തിരിച്ചുപോക്കാണ് ധവളപത്രവും ബജറ്റും കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു തിരിച്ചു നടത്തത്തിനാണ് തയ്യാറെടുത്തിരിക്കുന്നത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഒരു വല്ലാത്ത വ്യഗ്രത ധവളപത്രത്തിലും ബജറ്റിലും കാണാൻ നമുക്ക് കഴിയും. അത് കേരളത്തിൽ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് സ്ഥാപിക്കുന്നതിലാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളെ രണ്ടായി കാണേണ്ടതായിട്ടുണ്ട്. ധനകാര്യ ഞെരുക്കം, സാമ്പത്തിക പ്രതിസന്ധി. ഇത് രണ്ടും ഒന്നായി കാണുന്ന നില അത് ചില പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ്. രണ്ടും രണ്ടാണെന്നത് സൗകര്യപൂർവം മറച്ചുവെക്കത്താണ് കാണാൻ നമുക്ക് സാധിക്കുക. കേരളത്തിലെ ധനകാര്യ ഞെരുക്കം അനുഭവപ്പെടുന്നു എന്നത് വസ്തുതയാണ്. അതിനെ ഇടയാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ്. സ്വാഭാവികമായും ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ തുറന്നു കാണിക്കുകയും അതിനെ വിമർശിക്കുകയും വേണം. എന്നാൽ അത്തരമൊരു സമീപനം UDF സ്വീകരിക്കുന്നില്ല. ഈ രണ്ട് സർക്കാർ രേഖകളിലും കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനാണ് തയ്യാറായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കേരളത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പറയാതിരിക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന ഒരു പൊതുപ്രതീതി സൃഷ്ടിക്കുക, അതിലൂടെ സ്വാഭാവികമായി സർക്കാരിൽ നിക്ഷിപ്തമായ ധനപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ഇതാണ് UDF സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ സേവന വികസന കാര്യങ്ങളിൽ തുടർ നടപടികൾ വേണ്ട, അതിൽ നിന്നെല്ലാം കൈയൊഴിയുക, അതാണ് ഈ രണ്ട് രേഖകളും ധവളപത്രവും ബജറ്റും ആത്യന്തികമായി ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന, ധനരംഗത്ത് വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര നയം കാണാതിരിക്കരുത്. കേന്ദ്ര നികുതി വിഹിതം ക്രമാനുഗതമായി കുറക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും കേരളത്തിൻ്റെ കഴിഞ്ഞ അനുഭവം പരിശോധിച്ചാൽ തനത് നികുതി വരുമാനം LDF സർക്കാരിന് നല്ല തോതിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 5 വർഷം പരിശോധിച്ചാൽ 47,000 കോടിയിൽ നിന്നും 1,00,000 കോടിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നത് നാം കാണണം.
അതിനു മുൻപുള്ള വർഷങ്ങൾ നാം നേരിട്ട പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരി, അതിൻ്റെയെല്ലാം പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ സർക്കാർ, LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ 5000 കോടിയോളം രൂപ ഖജനാവിൽ നീക്കി ബാക്കിയുണ്ടായിരുന്നു. ഇത് റിസർവ് ബാങ്ക് തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിക്കാനാണ് UDF സർക്കാർ ശ്രമിച്ചത്. ഒരു പ്രത്യേകത ഇപ്പോൾ ഉണ്ടായതും കാണേണ്ടതായിട്ടുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിനുള്ള കേന്ദ്ര നികുതി വിഹിതത്തിൽ ചെറിയൊരു വർധനവ് വരുത്തിയിട്ടുണ്ട്. ഡിവിസിബിൾ പൂളിൻ്റെ 1.92% നേരത്തെ കേരളത്തിനുള്ള വിഹിതം. എന്നാൽ ഇപ്പോൾ അത് 1.92 നിന്ന് 2.38% ഉയർത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. പക്ഷേ വസ്തുതകളായി കാണാതെ കേരളത്തിലാകെ കടുത്ത പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് ഒരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനാണ് ധവളപത്രത്തിലൂടെ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ഖജനാവ് കാലിയാണ്. ഇത്തരമൊരു വ്യാജ പ്രചരണത്തിന് സൈദ്ധാന്തിക ന്യായീകരണം നിരത്താനാണ് ധവളപത്രം ശ്രമിക്കുന്നത്. കേരളം കടം കയറി മുടിഞ്ഞു എന്ന ഒരു ചിത്രം വരച്ചു വെക്കാനാണ് ധവളപത്രം വല്ലാതെ ശ്രമിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ കടത്തെ ആഭ്യന്തര വരുമാനത്തിൻ്റെ അനുപാതവുമായി ബന്ധിച്ചു വേണം വിലയിരുത്താൻ. അത്തരത്തിലുള്ള കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബോധപൂർവം നടന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കടം ആഭ്യന്തര വരുമാനവുമായുള്ള അനുപാതമെടുത്താൽ 39% നേരത്തെ. അത് കഴിഞ്ഞ 5 വർഷം വർദ്ധിക്കുകയല്ല ചെയ്തത്. 39 നിന്ന് 33.6% കുറഞ്ഞു. ഈ കാര്യം ധവളപത്രം പൂർണ്ണമായി മറച്ചുവെക്കുകയാണ്. കടഭാരത്തിൻ്റെ കണക്കെടുത്താൽ നമ്മൾ മാത്രമല്ലല്ലോ രാജ്യത്തുള്ള സംസ്ഥാനം. രാജ്യത്തെ കടഭാരത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ, സംസ്ഥാനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ആദ്യത്തെ 10 കേരളത്തിൻ്റെ പേരില്ല. റവന്യൂ കമ്മി നവലിബറൽ ചിന്താഗതിക്കാരുടെ ഒരു സ്ഥിരം പല്ലവിയായിട്ടുള്ള കാര്യമാണ്. ഇത് ധവളപത്രത്തിൽ ധാരാളമായി ഉപയോഗിച്ചതായി കാണാം. കേരളത്തിൻ്റെ റവന്യൂ ചെലവിൻ്റെ സിംഹഭാഗവും ശമ്പളം, പെൻഷൻ ഇവയ്ക്കെല്ലാം ചെലവിടുകയാണ് എന്നതാണ് ധവളപത്രം മുന്നോട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ശമ്പളവും പിരിഞ്ഞ ജീവനക്കാരുടെ, റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ പെൻഷനും എന്തോ മഹാ അപരാധമാണ് എന്ന തരത്തിലുള്ള ഒരു ചിത്രം
ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ ഈ തരത്തിലുള്ള റവന്യൂ ചെലവിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ ആരോഗ്യരംഗത്തുള്ള, വിദ്യാഭ്യാസ മേഖലയിലുള്ള, പൊതുവിതരണ രംഗത്തുള്ള, പൊതുഗതാഗത മേഖലയിലുള്ള ജീവനക്കാരുടെ ശമ്പളവും അവിടെ നേരത്തെ ജോലി എടുത്തിരുന്നവരുടെ പെൻഷനും എല്ലാം ഉൾപ്പെടുമെന്ന് കാണണം. ഈ മേഖലകൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മുടെ സാമൂഹ്യ മേഖലക്ക് നൽകുന്ന മുൻഗണന, അതാണ് കേരള വികസനത്തിൻ്റെ അല്ലെങ്കിൽ കേരള മോഡലിൻ്റെ ആണിക്കല്ല്. ആ നിലക്ക് ഈ മേഖലയിലെല്ലാമുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അതെന്തോ മഹാ അപരാധമാണ്. ഇവിടെ ശമ്പളവും പെൻഷൻ്റെയും ബാധ്യത കൂടുന്നേ എന്ന ഒരു മുറവിളി കൂട്ടുന്നതിൽ ഒരു അർത്ഥവുമില്ല. പെൻഷനും ശമ്പളവുമാണ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്നൊരു വ്യാജ പൊതുബോധം സൃഷ്ടിക്കാനാണ് ധവളപത്രം ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ ധവളപത്രം പിന്തുടരുന്നത് യാഥാസ്ഥിക പൊതുധനകാര്യ സമീപനമാണ്. നമ്മുടെ സംസ്ഥാനം ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഈ ഘട്ടത്തിൽ UDF മുന്നോട്ട് വെക്കുന്ന മറുമരുന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ എന്ന പേരിൽ മുന്നോട്ട് വെക്കുന്ന മറുമരുന്ന് പൂർണ്ണമായ നവലിബറൽ സ്വകാര്യവൽക്കരണ അജണ്ടയാണ്. ഇത് ധവളപത്രം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകളുണ്ട്. അവയെപ്പോലും ലാഭനഷ്ട കണക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവയെ കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കാനുള്ള നീക്കങ്ങളാണ് ധവളപത്രത്തിൽ കാണാൻ സാധിക്കുക. സാധാരണക്കാർക്ക് താങ്ങായിരുന്ന സാമൂഹ്യ സുരക്ഷിതത്വത്തെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ധവളപത്രത്തിൽ പ്രകടമാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മിക്ക മേഖലകളും സ്വകാര്യവൽക്കരിക്കുക എന്ന നയമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അവയിൽ പൊതുവിദ്യാഭ്യാസ രംഗമുണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, വൈദ്യുതി രംഗമുണ്ട്, പൊതുഗതാഗതമുണ്ട്. ഇങ്ങനെയുള്ള മേഖലകൾ മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖനനം, തുറമുഖം, ഏവിയേഷൻ, ഇങ്ങനെയുള്ള തന്ത്രപ്രധാന മേഖലകൾ, അവയെല്ലാം ഉൾപ്പെടെയാണ് സ്വകാര്യവൽക്കരണത്തിന് പച്ചക്കൊടി ധവളപത്രം കാണിക്കുന്നത്. സബ്സിഡി നിർത്തലാക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലക്കാനുമുള്ള നയപരമായ തീരുമാനങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ധവളപത്രം കൃത്യമായൊരു അജണ്ട സംസ്ഥാനത്തിന് മുന്നിൽ വെക്കുകയാണ്. ലാഭത്തിലല്ല എന്ന് മുദ്രകുത്തി പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും
വിറ്റഴിക്കാനുള്ള നിർദ്ദേശമാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ റെയർ എർത്ത് മിനറൽസിൻ്റെ ഖനനം അത് കരിമണൽ ഉൾപ്പെടെയാണ്. ഈ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാനുള്ള തീരുമാനവും ഇതിൻ്റെ കൂടെയുണ്ട്. ചുരുക്കത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിൻ്റെ തീരവും തുറമുഖവും വിമാനത്താവളങ്ങളും ആരോഗ്യ ഊർജ മേഖലകളും സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാനുള്ള നിർദ്ദേശമാണ് ധവളപത്രത്തിൻ്റെ രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചങ്ങാത്ത മുതലാളിത്തത്തിനിണങ്ങിയ കളമൊരുക്കലാണ് നടന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. പലതും നേരെ പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാം ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ മതി. തുറമുഖ മേഖല ഇപ്പോൾ കേരളത്തിൽ വിഴിഞ്ഞമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം. അവിടെ അദാനിയുടെ സാന്നിധ്യമുണ്ട്. അദാനിയുടെ ഉടമസ്ഥതയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇവിടെ തുറമുഖ മേഖല ഈ തരത്തിലുള്ള ഒരു സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ എവിടെയൊക്കെ അത് നീങ്ങാൻ ഇടയുണ്ട്. ഖനനം സ്വകാര്യ മേഖലയിൽ എന്ന നില വരുമ്പോൾ ആ രംഗത്ത് അതീവ താല്പര്യമുള്ള നമ്മുടെ രാജ്യത്തിലെ ഒരു വൻ കുത്തകയാണ് അദാനി ഗ്രൂപ്പ്. ഇവിടെ വിമാനത്താവളം, തിരുവനന്തപുരം വിമാനത്താവളം നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ആ വിമാനത്താവളം സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കാതെ അദാനിക്ക് എത്തിക്കാനുള്ള നടപടികളാണ് അന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. അപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല അദാനി കൈകാര്യം ചെയ്യുന്ന വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന അജണ്ടയിലേക്ക് വന്നാൽ എവിടത്തേക്ക് എത്തിച്ചേരും? ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഗൗരവമായി നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യരംഗം, പൊതുവിദ്യാഭ്യാസ രംഗം, ഇതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് ഏൽപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് വലിയ തോതിൽ നീങ്ങുന്നത്. വൈദ്യുതി രംഗം, കേരളത്തിൽ വൈദ്യുതി മേഖല പൂർണ്ണമായും പൊതുമേഖലയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സ്വകാര്യവൽക്കരണം ആവശ്യമാണ് എന്നത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലെ വൈദ്യുതി രംഗത്തുള്ള സ്വകാര്യ കമ്പനികളിൽ ഏറ്റവും പ്രധാനി അദാനി ഗ്രൂപ്പാണ് എന്നതും കൂട്ടി വായിക്കണം. മറ്റു പലതും കേൾക്കുന്നുണ്ടല്ലോ, അതിൻ്റെ എല്ലാം കൂടെ ഇതെല്ലാം ചേർത്തുകൊണ്ട് ആലോചിച്ചാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം പൊരുൾ കൃത്യമായി പിടികിട്ടും. ഈ ധവളപത്രത്തിൻ്റെ നയം പിന്തുടർന്നുകൊണ്ടാണ് UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വകാര്യ മൂലധനത്തിന് കേരളത്തെ തീരെഴുതുന്ന ബജറ്റാണ് ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സകല മേഖലയിലും കോർപ്പറേറ്റ് യുക്തിക്കനുസൃതമായ നയനിലപാടുകളാണ് ബജറ്റ് പിന്തുടരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ധാതുഖനനം മുതൽ പൊതുജനാരോഗ്യം വരെ ധവളപത്രം മുന്നോട്ട് വെച്ച അതേ
നവലിബറൽ കുറിപ്പടികൾ ഈ ബജറ്റിലും ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന ബജറ്റിൻ്റെ തീരുമാനങ്ങളായി ഈ ധവളപത്ര കാഴ്ചപ്പാട് ഓരോന്നോരോന്നായി വരികയാണ്. സമ്പൂർണമായ സ്വകാര്യവൽക്കരണ അജണ്ടയാണ് വരാൻ പോകുന്നത്. കേരളത്തിൻ്റെ മണ്ണും കടലും ആകാശവും പണയം വെക്കുന്ന നില വന്നിരിക്കുന്നു. ഇവിടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ. ഇത്തരമൊരു കോറിഡോർ പ്രഖ്യാപിച്ചത് വഴി UDF സർക്കാർ ചെയ്തിട്ടുള്ളത് എന്താണ്? തങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിൻ്റെ പാതയിലാണ് എന്നൊരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. LDF സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ മുന്നോട്ട് വെച്ച പൊതുമേഖലാധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴിയുണ്ട്. പൊതുമേഖലാധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴിയാണത്. അതിനു പകരം യൂണിയൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത് സ്വകാര്യവൽക്കരണത്തിലൂന്നിയ ഖനനമാണ്. ഇവിടെ UDF സർക്കാരിൻ്റെ മനസ്സിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വകാര്യവൽക്കരണത്തിലൂന്നിയ ഖനനമാണ് ഉള്ളത്. ധാതുഖനനം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ആ നയം ഇനി മുതൽ കേരളത്തിൽ നടപ്പാകേണ്ടതില്ല എന്ന നിലക്കാണ് UDF മുന്നോട്ട് പോകുന്നത്. ഒരു സംശയമില്ല, ഇത് സംസ്ഥാന താൽപ്പര്യം ബലികഴിക്കലാണ്. ഈ രംഗത്ത് താൽപ്പര്യമുള്ള കുത്തകകളുടെ താൽപ്പര്യത്തിന് കീഴ്പ്പെടലാണ്, അതിനടിയറ പറയലാണ്. അതേപോലെ തന്നെ ബജറ്റിൽ പറയുന്ന മിഷൻ സമുദ്ര, കേരള മാരിടൈം പോളിസി, ഇവയെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ തീരത്തെ കുത്തകകൾക്ക് തീരെഴുതി നൽകാനുള്ള കുറുക്കുവഴികളാണ്. കടൽ മൊത്തം കുത്തകകൾക്ക് ദാനം ചെയ്യാനാണ് പുറപ്പെടുന്നത്. അത് ചെയ്യുന്നവർ കടലിൻ്റെ മക്കളുടെ കണ്ണിൽ പൊടിയിടാൻ ഫിഷറീസ് സബ് പ്ലാൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഈ ചെയ്യുന്ന പാതകത്തിന് പരിഹാരമാവില്ല. അതുകൊണ്ടൊന്നും ഇത് മറച്ചു വെക്കാനുമാവില്ല. അതുകൊണ്ടൊന്നും ഇതിനെതിരെ കേരളത്തിൽ ഉയർന്നു വരാനിടയുള്ള രോഷം തടുക്കാനോ തണുപ്പിക്കാനോ കഴിയില്ല. അതോടൊപ്പം തന്നെ കാണേണ്ടതാണ് സദേൺ കേരള എക്കണോമിക് കോറിഡോർ. അതും ചങ്ങാത്ത മുതലാളിത്ത ദാസ്യപ്പണി തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ ബജറ്റിൽ വന്നിട്ടുള്ളത് ഭൂപരിഷ്കരണം 2.0. യഥാർത്ഥത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ എന്ന നിലക്കാണ് ആ നിർദ്ദേശം. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെൻറ്റ് നയം ആവിഷ്കരിക്കാനുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. ഒരു സംശയവുമില്ല, ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതിനാണ് തുടക്കമിടുന്നത്. സ്വകാര്യ മൂലധനത്തിന് പലപ്പോഴും പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഭൂപരിഷ്കരണ നിയമങ്ങളെ പൊളിച്ചെഴുതാൻ പുറപ്പെടുന്നത് ആരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് എന്നത് വ്യക്തമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല,
ഈ മേഖലയിൽ കുത്തക മൂലധനത്തിന് സ്വൈരവിഹാരം നടത്താനുള്ള സൗകര്യമാണ് ബജറ്റിലൂടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത്. അതിൻ്റെ ഭാഗമായി ബജറ്റിൽ പ്രഖ്യാപിച്ച ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി, അതും നവലിബറൽ യുക്തിയാണ് പിന്തുടരുന്നത്. ആശുപത്രി, ഫാർമ മേഖലയിൽ സ്വകാര്യ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. നമുക്കറിയാം, KKR, ബ്ലാക്ക്-സ്റ്റോൺ ഇങ്ങനെയുള്ള വൻ കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയാണ്. അതോടൊപ്പം ചേർത്ത് വേണം ഈ നീക്കവും കാണാൻ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആസൂത്രണ ബോർഡ്. ആസൂത്രണ ബോർഡ് നേരത്തെ രാജ്യത്തെ ആസൂത്രണ കമ്മീഷൻ്റെ തുടർച്ചയായി നിലവിൽ വന്നതാണ്. ആസൂത്രണ കമ്മീഷൻ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സംഘടിപ്പിച്ചതായിരുന്നു. നമുക്കറിയാം, അത്തരമൊരു സംവിധാനം സോവിയറ്റ് യൂണിയനിലായിരുന്നു നടപ്പാക്കിയിരുന്നത്. അന്ന് അതിനെ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കണമെന്ന് നെഹ്റു കണക്കാക്കുകയായിരുന്നു. നെഹ്റുവിയൻ നയങ്ങൾ പിന്നീട് വലിയ തോതിൽ തിരുത്തപ്പെടുന്നത് നാം കണ്ടു. ഇവിടെ BJP വന്നപ്പോൾ അവർ തീരുമാനിച്ചു ആസൂത്രണ കമ്മീഷൻ ആവശ്യമില്ല എന്ന്. അതിനു പകരം ഒരു തിങ്ക് ടാങ്ക്, അതാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാകുന്ന നില വരുമ്പോൾ ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ രംഗത്ത് നിർവഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും കൈയൊഴിയുന്ന നിലയാണ് വന്നത്. ഒരു തിങ്ക് ടാങ്കിൻ്റെ നിലയിലേക്ക് മാറ്റപ്പെട്ട നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ്റെ ദൗത്യമല്ല നിർവഹിച്ചത്. പല്ലും നഖവും കൊഴിഞ്ഞ ഒരവസ്ഥ നീതി ആയോഗിനുണ്ടായി. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബജറ്റിൽ, കേരളത്തിലെ ബജറ്റിൽ UDF സർക്കാർ മുന്നോട്ട് വച്ചുള്ള നിർദ്ദേശം ആസൂത്രണ ബോർഡിനെ നീതി ആയോഗ് മാതൃകയിൽ ഒരു തിങ്ക് ടാങ്ക് ആക്കി പരിവർത്തനം ചെയ്യും എന്നതാണ്. ഇത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെ നെഹ്റുവിയൻ നയം പിന്തുടരുന്നുവെന്നാണല്ലോ കോൺഗ്രസ് അവകാശപ്പെടാറുള്ളത്. അവർക്കെങ്ങനെയാണ് മോദിയുടെയും BJPയുടെയും നയം നെഹ്റുവിയൻ നയത്തേക്കാളും നല്ലതാണ് എന്നത് അംഗീകരിക്കാനാവുന്നത്? അതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ പോകുന്നത്. ആസൂത്രണ ബോർഡ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നൊരു സംവിധാനമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവികസന രംഗത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. ഏത് സംവിധാനത്തിനും ചില കാഴ്ചപ്പാടിൽ കുറവുകൾ കാണാം. ആ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിച്ച് ശക്തിപ്പെടുത്തുന്നതിന് ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകില്ലല്ലോ. പക്ഷെ എന്താണ് കുറവെന്ന് പറയണ്ടേ? അങ്ങനെയൊന്നും ചൂണ്ടിക്കാണിക്കാതെ ആസൂത്രണ ബോർഡിനെ തന്നെ BJP നയത്തിനനുസൃതമായി ഇല്ലാതാക്കുന്ന സമീപനമാണ് ഇപ്പോൾ UDF ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതുതന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും
തുടരുന്നത്. കൃത്യമായ നയവ്യതിയാനം, നെഹ്റുവിയൻ കാഴ്ചപ്പാട് നവലിബറൽ നയത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥ, നെഹ്റുവിയൻ കാഴ്ചപ്പാട് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ഇവിടെ മറ്റൊരു പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരുന്ന കിഫ്ബിയെ തകർക്കാനുള്ള വഴി ധവളപത്രവും അതിനെ പിൻപറ്റിക്കൊണ്ട് ബജറ്റും പ്രവർത്തിക്കുകയാണ്, മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരളം സാമൂഹ്യ രംഗത്ത് നേടിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ പല വികസിത രാഷ്ട്രങ്ങളെപ്പോലും ആശ്ചര്യപ്പെടുത്തിയതാണ്. കാരണം അവരുടെയൊന്നും സാമ്പത്തിക ശേഷി നമുക്കില്ല. പക്ഷേ നാം സാമൂഹ്യ രംഗത്ത് നേടിയ നേട്ടങ്ങൾ പല വികസിത രാഷ്ട്രങ്ങളുടെയും നേട്ടത്തിനോടൊപ്പം നിൽക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ദൗർബല്യമായി നാം വിലയിരുത്തിയ ഒരു കാര്യം, അതിനനുസൃതമായ പൊതുവളർച്ച നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസന രംഗം, വിവിധ മേഖലകളിൽ നാം നടത്തേണ്ട മൂലധന ചെലവ്, ഇതിനാവശ്യമായ പണം നമുക്കില്ല, അതിനുള്ള സമ്പത്തില്ല. എങ്ങനെ അതിന് പരിഹാരം കാണാനാകും? ആ ആലോചനയിൽ നിന്നാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ വലുതാണ് എന്ന് കണ്ടുകൊണ്ട് 2016 സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട്. നാം ഒരു തുടക്കം കിഫ്ബിയിലൂടെ കുറിച്ചു. എത്ര മഹത്തരമായ നേട്ടമാണ് നാം നേടിയത്! ഏതെല്ലാം രംഗത്തുള്ള ചെലവിടലുകളാണ് നടന്നത്! കേരളം ഇന്ന് എത്തി നിൽക്കുന്ന വികസനം, അതിൻ്റെയെല്ലാം ഒരു ഭാഗം, അത് വളരെ നിസ്സാരമായൊരു ഭാഗമല്ല, വളരെ പ്രധാനമായൊരു ഭാഗമാണല്ലോ. അത് നിർവഹിക്കാനായത് കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ടല്ലേ, കിഫ്ബിയിലൂടെയല്ലേ ആ പണം നാം കണ്ടെത്തിയത്. ഇതൊരു വസ്തുതയല്ലേ. ഇവിടെ കിഫ്ബി വഴി നടത്തിയ മൂലധന ചെലവ് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ വഴി നടത്തിയിട്ടുള്ള മൂലധന ചെലവുകളുണ്ട്. ഇതൊക്കെ എല്ലാ രീതിയിലും മെച്ചപ്പെട്ട നിലയാണ് എന്ന് നാം കാണണം. ഇവയെ മറച്ചു വെച്ചുകൊണ്ട് കിഫ്ബിയെ തകർക്കാനുള്ള വഴിയാണ് ധവളപത്രവും അതിനെ പിൻപറ്റി ബജറ്റും നോക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൂലധന ചെലവ് കുറവാണ് എന്ന ഒരു ആരോപണം ധവളപത്രത്തിൽ എഴുതി ചേർത്തത് വസ്തുതകളുടെ ഒരു പിൻബലവുമില്ലാതെയാണ്. ഇവിടെ എന്താണ് യഥാർത്ഥ വസ്തുത? കണക്കുകളല്ലേ ഇതൊക്കെ, നാടിൻ്റെ മുന്നിലുള്ള വസ്തുതകളാണല്ലോ ഇതൊക്കെ. 2022-23 യഥാർത്ഥ മൂലധന ചെലവ് 21,635 കോടി രൂപയായിരുന്നു. 22-23 26-27 ഇത് 21,635 നിന്ന് 30,969 കോടിയാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വസ്തുത മറച്ചു വെക്കുകയാണ്. എന്നിട്ട് തെറ്റായൊരു ചിത്രം അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ കിഫ്ബിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന
അതേ നിലപാട് UDF സർക്കാരും സ്വീകരിക്കുന്നു എന്നതാണ് കാണേണ്ടത്. ഇപ്പോൾ കിഫ്ബിയുടെ ബാധ്യതയെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന ബജറ്റ് നിർദ്ദേശമുണ്ട്. അത് അങ്ങേയറ്റം കക്ഷി രാഷ്ട്രീയ സംഘിതത്വത്താൽ തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തിനെതിരായ നിലപാടാണ്. നമ്മുടെ നാട് ഈ കഴിഞ്ഞ 10 വർഷം നവലിബറൽ നയങ്ങളോട് ചെറുത്തു നിന്നാണ് പ്രവർത്തിച്ചത്. അതോടൊപ്പം കേരളത്തിൻ്റെതായ വികസന ബദൽ ഒരുക്കിയാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, ലൈഫ് മിഷൻ ഭവന പദ്ധതി, ഇത്തരം ഒട്ടേറെ കാര്യങ്ങളിലൂടെ കോർപ്പറേറ്റ് കേന്ദ്രീകൃത സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായി ജനപക്ഷ വികസന നയമാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ നാം അതേ വഴിയല്ല സഞ്ചരിച്ചത്. അതിൻ്റെ ഭാഗമാണ് കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയ വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് പോലുള്ള സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിദാരിദ്ര്യമുക്തമായി എന്ന പ്രഖ്യാപനം. അത്തരത്തിലേക്കുള്ള ഒരു നിലവാരത്തിലേക്ക് നാം എത്തിയത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു നടപടിയും ധവളപത്രത്തിലോ ബജറ്റിലോ കാണുന്നില്ല. ഒരു നടപടിയും നിർദ്ദേശിക്കുന്നതായി കാണുന്നില്ല. ഇവിടെ കേരളം മുന്നോട്ട് വെച്ചൊരു ബദലുണ്ട്. ആ ബദൽ അവസാനിക്കുന്നു എന്നതാണ് UDF ഭരണം നിലവിൽ വന്നതോടെ സ്വീകരിക്കുന്ന നടപടികളിലൂടെ നൽകുന്ന സന്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാധ്യതയാണ് എന്ന് ഭരണാധികാരികൾ തന്നെ പറഞ്ഞു വെക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അങ്ങനെ വരുമ്പോൾ കേരളം എവിടത്തേക്കാണ് പോകുന്നത്? കമ്പോളം സർവ്വതും തീരുമാനിക്കുന്ന പഴയ ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്കിനാണ് ശ്രമിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നവലിബറൽ അജണ്ടയുടെ തിരിച്ചുവരവ് അതാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെക്കുറിച്ച് 2035 വരെയുള്ള വികസനം എങ്ങനെ വേണം എന്ന ഒരു ബ്ലൂ പ്രിൻ്റ് LDF സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു പരാമർശവും UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നേ കാണുന്നില്ല. ക്ഷേമാശ്വാസ നടപടികൾ, അതോടൊപ്പമുള്ള വികസന നടപടികൾ, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ദ്വിമുഖ സമീപനമായിരുന്നു LDF സർക്കാർ സ്വീകരിച്ചത്. പുതുതായി അധികാരത്തിലേറിയ UDF സർക്കാർ അതെല്ലാം കൈയൊഴിയുന്നു എന്നതാണ് നൽകുന്ന സന്ദേശം. നാം കാണേണ്ടത് വരാനിരിക്കുന്നത് വലിയ നവലിബറൽ പരിഷ്കാരങ്ങളുടെ നാന്ദിയാണ്. അതാണ് ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു സംശയവുമില്ല ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. നേരത്തെ ഇത്തരം ശ്രമങ്ങൾ നടന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അതിനെ നമുക്ക് വിജയകരമായി തന്നെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാലഘട്ടവും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. ആ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണ് നിർവഹിക്കാൻ കഴിയുക
ആ ഉത്തരവാദിത്വം ഇടതുപക്ഷം പൂർണ്ണമായി നിർവഹിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.